നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മദേഴ്സും ഡോട്ടേഴ്സും തമ്മിലുള്ള പൊരുത്തം, അല്ലെങ്കിൽ ചില സമയത്ത് ഭയങ്കര പൊരുത്തമാണെങ്കിൽ ചില സമയത്ത് ഭയങ്കര അടി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്താണെന്നറിയോ? സയൻറ്റിഫിക്കായിട്ടും പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അമ്മയുടെ വൂമ്പിൽ, ഞാൻ എൻ്റെ അമ്മയുടെ വൂമ്പിൽ ഉണ്ടാകുമ്പോൾ തന്നെ 4 മാസത്തിനുള്ളിൽ എൻ്റെ ഓവറീസിൽ, അതായത് ആ ഫീറ്റസില്ലേ, ആ ഓവറീസിൽ എത്ര എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യണം നമ്മൾ ഒരു ലൈഫ് ടൈമിൽ നിന്ന് അതിൽ വെച്ച് തന്നെ ഡിസൈഡ് ആയിട്ടുണ്ടാവുന്നു. ഓക്കെ, നമ്മൾ പിറന്ന് കഴിഞ്ഞ 13 വർഷങ്ങൾക്ക് ശേഷമാണ് ആ എഗ്സ് എല്ലാം റൈപ്പായിട്ട് വരിക. പക്ഷേ അത് വൂമ്പിൽ വെച്ച് തന്നെ ആദ്യത്തെ 4 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഡിസൈഡഡ് ആയിട്ടുണ്ടാകുമെന്ന്. സോ അതിൻ്റെ അർത്ഥം നമ്മുടെ കുഞ്ഞ്, നമ്മളുടെ മകളും നമ്മുടെ വയറിലിരിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഡിസൈഡഡ് അല്ലേ. അപ്പോൾ ഒരു കണക്ഷൻ എന്താണ്? ആ നമ്മളിൽ നിന്നുണ്ടാകുന്ന ആ എഗ്സ് ഓൾറെഡി ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഇൻ ദി വൂംബ് ഓഫ് ഗ്രാൻഡ് മദർ. അതായത് അമ്മൂമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെയും ഒരു ഭാഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് സയൻസ് വഴി പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ, അതൊന്നും കൂടെ മനസ്സിലാവും. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് ഈ പെൺകുട്ടികളോട് കുറച്ചധികം സ്നേഹം ഉണ്ടാവും അമ്മൂമ്മമാർക്ക്. അത് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലാകാം. ബിക്കോസ് ഓഫ് ദാറ്റ് കണക്ഷൻ, പൊക്കിൾക്കൊടി ബന്ധം അവിടെയാണുള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റും കൂടുതൽ സ്നേഹവും ഇഷ്ടവും അടുപ്പവും ഒക്കെ ഈ മദേഴ്സ് സൈഡ് അമ്മൂമ്മമാരോട് പെൺകുട്ടികൾക്കും, മദേഴ്സ് സൈഡ് അമ്മൂമ്മമാർക്ക് കൊച്ചുമക്കളോടും, കൊച്ചുമക്കൾ എന്ന് പറഞ്ഞാൽ മകളുടെ മക്കളോട് കൂടുതൽ കാണിക്കുന്നത്, കൂടുതൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് ആ ഒരു അടുപ്പം. സോ അത് സയൻസിലും ഉള്ളതാണ്, നമുക്കത് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ചില ആൾക്കാരെ പറയണ്ടായിരുന്നു, ചേച്ചി ഞങ്ങൾക്കും മദർ ഇൻ ലോനെ ഇഷ്ടമൊക്കെയാണ്, അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്, പക്ഷേ മകൾ വന്നു കഴിയുമ്പോൾ തത്തൈവ അതുവരെ ഞങ്ങളോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും. പിന്നെ അവർ രണ്ടുപേരും കൂടെ കൂടിയിരുന്ന് ഓരോന്ന് പറയുന്നേക്കാം. അതിൽ ഒരു ചില കാര്യങ്ങളൊക്കെ കാതിൽ വീഴുമ്പോൾ അയ്യോ നമ്മളെ പറ്റിയാണല്ലോ ഈ പറയുന്നതെന്ന് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് സ്വാഭാവികമാണെന്നാണ് ഇപ്പം സയൻസും പറയുന്നത്. എനിക്കത് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചു കേട്ടോ. കാരണം എന്താണെന്നറിയോ, എൻ്റെ അമ്മയോടുള്ള ആ സ്നേഹമാണല്ലോ എനിക്ക് എപ്പോഴും ഉണ്ടാവുക. എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് അമ്മയുടെ അടുത്ത് വഴക്കും ഉണ്ടാക്കാൻ പറ്റും, അമ്മയുടെ അടുത്ത് ക്ലോസ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ നോക്കും. അമ്മയുടെ അടുത്ത് എൻ്റെ രഹസ്യങ്ങൾ കറക്റ്റായിട്ട് ഇരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതുപോലെ എൻ്റെ മകളുടെ ആണെങ്കിലും അങ്ങനെ ആയിരിക്കുമല്ലോ, വൈസ് വേഴ്സ. പക്ഷെ തല്ലുപിടിക്കുമ്പോഴോ ടു ദ എക്സ്ട്രീം പോവും. ഇതിന് വേറൊരു ഫിലോസഫിക്കൽ ആൻഡ് സ്പിരിച്വൽ ആസ്പെക്റ്റ് കൂടെ പറഞ്ഞോട്ടെ. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവില്ല കേട്ടോ. ഇഷ്ടാവാത്തൊരു സ്ക്രോൾ ചെയ്ത് പോക്കോ. സോൾ കണക്ഷൻ എന്ന് പറയും. അതായത് രണ്ട് സോൾസ് തമ്മിൽ, സോൾസ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇപ്പം നമ്മളുടെ ശരീരം മണ്ണായി കഴിയുമ്പോൾ ശരീരം മണ്ണായി തീരും. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ മണ്ണിലേക്ക് പോകും. അത് ശരീരം അവിടെ പോകുന്നുണ്ടെന്ന് നമുക്കറിയാം, ഇത് മരിച്ചു കഴിയുമ്പോൾ. അതിനകത്തൊരു മനസ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടെന്നല്ലേ പറയണത്, സോൾ. അതെവിടെ പോവും? അതൊരു ചൈതന്യത്തിലേക്കല്ലേ ചെന്ന് ചേരേണ്ടത് അല്ലേ. ആ ഒരു ചൈതന്യത്തിൽ നിന്ന് വന്നതാണ് സോളെങ്കിൽ, ആ സോള് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ രണ്ട് സോൾസ് തമ്മിൽ മീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത് പുറത്ത് കേട്ടോ. അപ്പം അവർ തമ്മിൽ നല്ല ബോണ്ടേജ് ആകും, ചിലപ്പോൾ ഫൈറ്റ് ചെയ്യും. അപ്പോൾ അവരാണ് അമ്മയും മകളും ഒക്കെ ആയിട്ട് രൂപാന്തരപ്പെട്ട് വരുന്നതെന്ന് വിവരമുള്ളവരും സന്യാസിമാരും അങ്ങനെ അതിനോടൊക്കെ ഒരു താല്പര്യമുള്ള ആളുകൾ പറഞ്ഞതാണ്, ഞാൻ വായിച്ചതാണ് കേട്ടോ. ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട. ചിലരുടെ മതചിന്തകൾക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾ കേൾക്കണ്ട കേട്ടോ. അപ്പോൾ എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, അത് നമ്മൾ കുറച്ച് ചിന്തിച്ചു കഴിയുമ്പോൾ ശരിയാണല്ലോ, അമ്മയും മക്കളും മോളും ഒക്കെ തമ്മിലാണല്ലോ ഇങ്ങനെ ഒരു കണക്ഷൻ ഉള്ളത്. അടി കൂടുന്നേം കാണാം, അടുത്ത മിനിറ്റ് പോയി നിന്ന് അമ്മേ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുന്നത് കേൾക്കാം അല്ലേ. അപ്പോൾ ഒരു ജാപ്പനീസ് ഹൈക്കു ഞാൻ വായിച്ചതാണ്. ഹൈക്കു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, ഹൈക്കു പോയംസ്. ഇങ്ങനെ 2 വരി 4 2 വരിയിൽ ഇങ്ങനെ മൊത്തം കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കളയും. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ആ ഒരു പോയമാണേ അമ്മ മകൾ ബന്ധത്തിനെ പറ്റിയിട്ട്. I don't know where I end and where you start എന്ന്. ഞാൻ എവിടെ അവസാനിക്കുന്നു എവിടെ നീ തുടങ്ങുന്നു എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂറ്റിയാണെന്ന്. അതാണ് ആ പോയത്തിൻ്റെ സാരാംശം. നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ യെസ്, ഇത് കറക്റ്റ്
കറക്റ്റാണ് കേട്ടോ. ഒരു മകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരമ്മ ഏതറ്റം വരെയും പോകും. ആ മകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ അമ്മമാർ കുടഞ്ഞെഴുന്നേക്കും. ഞാനൊരു ചെറിയ റീലിട്ടില്ലായിരുന്നോ ഇന്നലെ, അതായത് ഈ അമ്മമാർ കയറി പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ചേച്ചി ഞങ്ങളുടെ ജീവിതത്തിലും പ്രോബ്ലം ഉണ്ടാവണേന്ന് പുരുഷന്മാർ പറഞ്ഞു എൻ്റെ അടുത്ത്. അതായത് അവർ പറയുന്നത് ഈ അമ്മ വന്ന് താമസിക്കും അത്രേ, കുറച്ച് നാളൊക്കെ താമസിച്ചിട്ട് അങ്ങനെ പറയുന്നത്. അതെ ഇത് ശ്രദ്ധിക്കണം കേട്ടോ നീ, അങ്ങനെ അമ്മ പറഞ്ഞു കൊടുക്കും അത്രേ. അപ്പോൾ അമ്മ പറയുമ്പോഴാണ് ഇവള് ശരിയാണല്ലോ ഇതിങ്ങനെയാണല്ലോ. അമ്മയ്ക്കൊരു 10-52 വയസ്സുള്ള അമ്മയാണെങ്കിൽ 10-30 വയസ്സുള്ള മരുമകൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ചിലപ്പോൾ അമ്മ വാച്ച് ചെയ്യുന്നുണ്ടാവും, ഈ പെൺകുട്ടി ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു വശപ്പശക്ക് തോന്നി അപ്പം പറഞ്ഞു കൊടുക്കും മകളോട് പോരെ പൂരം. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ആ അമ്മയ്ക്ക് മകളെ വളർത്തിയുള്ള പരിചയം ഉണ്ടാവുള്ളൂ, മകളെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് അമ്മയ്ക്ക് എപ്പോഴും ഒരു ചിന്തയുണ്ടാവും അല്ലേ. അതുകൊണ്ടാണ് അമ്മമാർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, അതായത് മകൾക്ക്. പക്ഷെ ഈ മകള് കുട്ടിയല്ലേ, ആഹാ ഇങ്ങനെയാണല്ലേ, പിന്നെ വേണോ എല്ലാത്തിലും കയറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഇയാൾ എന്താ ചെയ്യണമെന്ന് അവിടെ നിന്ന് തുടങ്ങും. അപ്പം ഈ പയ്യനെ മനസ്സിലാകും ഇത്ര നാളും കുഴപ്പമുണ്ടായില്ലല്ലോ, അമ്മ പറഞ്ഞുല്ലോ ഇങ്ങനെയായിരിക്കും എന്ന് അമ്മേനെ കൂട്ടുപിടിക്കുകയും ചെയ്യും ഈ കുട്ടി. അപ്പം എന്തായി, മരുമകനും അമ്മയും തമ്മിലുള്ള സെമന്റിക്സ് തെറ്റി. അപ്പം ഇതിൽ 2-3 കാര്യങ്ങൾ എനിക്ക് മനസ്സിലായ 2-3 കാര്യങ്ങളാണ്. ഭർത്താവ് ചെയ്യുന്ന ചില ചപലതകൾ അപ്പം പോയി അമ്മയുടെ കാതിൽ പറയാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് മോളുടെ സന്തോഷവും, മോളായിരിക്കുമല്ലോ ലോകം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മോളോടായിരിക്കും. അപ്പോൾ മോളുടെ സന്തോഷം ഹനിക്കുന്ന ഒരു കാര്യം ഈ അമ്മ സമ്മതിക്കില്ല. അപ്പോൾ അത് അമ്മയുടെ മനസ്സിൽ കിടക്കും. ഈ ഹസ്ബൻഡും വൈഫുള്ള ചെറിയ ചണ്ടയൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പെൺകുട്ടി മറന്നു പോകും, അല്ലെങ്കിൽ അയാൾ മറന്നു പോകും. പക്ഷേ പിന്നെ ഒരു ദിവസം ചോദിക്കും, അതേ നീ എൻ്റെ മോളോട് ഇങ്ങനെ കാണിച്ചാലുണ്ടല്ലോ, അല്ലെങ്കിൽ ഫോണിൽ ദൂരെ നിന്നാണ് വിളിക്കണേന്ന് വിചാരിക്കും. നോർത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന മകള് കേരളത്തിൽ ജീവിക്കുന്ന അമ്മയോട് വിളിച്ചിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അമ്മ ഉടനെ ഫോൺ എടുക്കും. മനസ്സിലായ? ഫോൺ എടുത്തിട്ട് നിൻ്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും, നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും, അങ്ങനെയൊക്കെ പറഞ്ഞ അമ്മമാരെ എനിക്കറിയാം. അതെല്ലാം ഭയങ്കര വലിയ ചാബല്യമാണ് കേട്ടോ. ഈ കുട്ടികൾ തമ്മിലുള്ള വഴക്കിനേക്കാളും വലിയ ചാബല്യമാണ് നമ്മൾ അമ്മമാർ അങ്ങനെ പോയിട്ട് അതിനകത്ത് ഇടപെടുന്നത്. അവർ തമ്മിൽ കുറച്ച് കഴിയുമ്പോൾ പാസിഫൈ ആകും. പിന്നെ കൈ ഉയർത്തി അടിക്കുകയോ മറ്റോ ചെയ്താൽ ഉറപ്പായിട്ടും ഇടപെടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കേൾക്കുന്നത് ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി അതിന് ഒരിക്കലും ആ കുട്ടിയെ സമ്മതിക്കാൻ പാടില്ല, അമ്മയും അച്ഛനും സമ്മതിക്കാൻ പാടില്ല കുട്ടിയുടെ. പക്ഷേ ഒരിക്കലും ഈ ശരീരം അല്ലെങ്കിൽ നമ്മളുടെ ഈ പെൺകുട്ടിയുടെ ശരീരം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഡെലിക്കേറ്റ് ആണെന്ന് മനസ്സിലാക്കുന്ന ബോയ്സ്, അല്ലെങ്കിൽ വീട്ടിൽ അതുപോലെ കണ്ടു വളർന്നിരിക്കുന്ന ബോയ്സ്, അമ്മയെ അച്ഛൻ ട്രീറ്റ് ചെയ്ത് നല്ലപോലെ കൊണ്ടു നടക്കുന്ന കണ്ടിട്ടുള്ള ബോയ്സ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കേട്ടോ. ചെറുതായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ചൈൽഡ്ഹുഡ് ട്രോമയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു കാര്യം വീട്ടിൽ കണ്ടതുകൊണ്ടായിരിക്കണം അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ അങ്ങനെ വീട്ടിൽ അങ്ങനെ ആയിരുന്നു അച്ഛൻ എന്ന് കരുതി എല്ലാവരും എടുത്തിട്ട് അലക്കുന്നവരും ഇല്ല. അവർ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും അയ്യോ എൻ്റെ അമ്മ എത്ര വിഷമിച്ചിട്ടുണ്ടെന്ന് കരുതി മാറുന്നവരുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് പെൺകുട്ടികളുടെ അമ്മമാർ കൂടുതൽ, അതായത് എന്തെടുത്താലും എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട്. 19 വയസ്സായ അമ്മ ഇപ്പോഴും 10-60 വയസ്സാകാറായ മകളെ എൻ്റെ കുഞ്ഞെന്ന് പറയും. കാരണം എന്താ, കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്, അത് മനസ്സിലായി. പക്ഷേ എത്രത്തോളം പ്രയാസങ്ങൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഈ അമ്മയുടെ ഓവർ ഇൻ്റർഫിയറൻസ് കൊണ്ട് ഉണ്ടായിട്ടുണ്ടാകാം എന്നറിയോ. ഒരു തരുണത്തിൽ അവർ തമ്മിൽ ചിലപ്പോൾ പിരിയെ വരെ ചെയ്യും. ഈ അമ്മേനെയൊക്കെ കൊണ്ടുപോയി ഒരു ദിവസം താമസിപ്പിച്ചാൽ മതി അങ്ങനെയുള്ളിടത്ത്. ചിലർ അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ തന്നെ ഈ ഹസ്ബൻഡ്സിന് മനസ്സിലാകും അയ്യോ ഇങ്ങനെയുള്ള അമ്മമാരെ ഒന്നും വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് അവർ തമ്മിൽ അടിയാകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മകളും മരുമകനും തമ്മിൽ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും ചിലപ്പോൾ മരുമകൻ്റെ അമ്മയെ ഒന്ന് കൊണ്ടുവരുന്നത്. നമുക്കൊരു UK എന്നോ US എന്നോ ഒക്കെ വിചാരിക്കും. അത് ഇത്രയും ട്രാവൽ ചെയ്ത് ചെല്ലല്ലേ. അവർ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ മോള് പറയും ഇനി എൻ്റെ അമ്മ അച്ഛനെയും കൊണ്ടുവരാം, നിങ്ങളുടെ അച്ഛനമ്മയും കൊണ്ടുവന്നാലേ. ഓ ശരി എന്ന് കരുതിയ മരുമകൻ ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്ത് ഇവരെ അവിടെ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് അത്രയും നാൾ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവരുടെ പുള്ളിയുടെ അമ്മ വന്നപ്പോൾ പോലും ഒരു പ്രശ്നമില്ലാണ്ടിരുന്ന ഈ മരുമകൾ പെട്ടെന്ന് വീട്ടിലൊന്നും ചെയ്യില്ല, എല്ലാം അമ്മ ചെയ്തു കൊടുക്കും, മോള് റെസ്റ്റ് ചെയ്തോളൂ എന്ന് പറയും, എല്ലാം അമ്മ
ടിപ്പ് ടോപ്പായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു യങ് ആയിട്ടുള്ള ഒരു അമ്മയുമാണെന്ന് വിചാരിക്കും. ഒരു 50കളിലൊക്കെ ഉള്ള അമ്മയ്ക്കാവുമ്പം ആരോഗ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ പയ്യൻ അവിടെ ഒരു എന്താ പറയുക, എപ്പോൾ വന്നാലും അമ്മയുടെ കൂടെ ഇരിക്കുക, അമ്മയുടെ അടുത്ത് കുശുഷിച്ചുകൊണ്ടിരിക്കുക. ഇവൻ എന്തെങ്കിലും ഒന്ന് പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അമ്മ മറുപടി പറയുക. ഇതൊക്കെ എന്തൊരു, കാരണം അപ്പോൾ അവിടെ ഒരു സെമൻറ്റിക്സ് റോങ് ആയിട്ട് വരും അല്ലേ. കാരണം അപ്പോൾ പറയും, നോക്ക് എൻ്റെ അമ്മ വന്നിട്ട് പോയിപ്പോൾ ഇങ്ങനെ ഒന്നും എന്നോട് കാണിച്ചില്ലല്ലോ എന്ന് പറയും. ചിലപ്പോൾ അങ്ങനെ ഇൻ്റർഫിയറൻസ് ഇല്ലാത്ത അമ്മായിയമ്മയായിരുന്നിരിക്കുവേ. പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ, അത് കിച്ചണിലെല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങളുടെ അമ്മ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? എവിടെ അമ്മയ്ക്ക്, അമ്മയ്ക്ക് പേടിയായിട്ടായിരിക്കും ഇവരുടെ കിച്ചണിൽ കയറി. അവരെല്ലാം ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ഗാഡ്ജറ്റ്സ് ഒക്കെ ഉള്ള കിച്ചണൊക്കെ ആണെങ്കിലേ പുറത്തുനിന്ന് വന്നവർക്ക് ചിലപ്പോൾ അറിയില്ലെങ്കിൽ അവർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതപ്പോൾ ഒരു കുറ്റമായിട്ട് പറയും. അത് ആ സമയത്ത് മരുമോൾ വളരെ സന്തോഷത്തോടു കൂടി ചെയ്തു കൊടുത്തതായിരിക്കും. ഇങ്ങനെ ഏതെടുത്താലും അങ്ങനെ ഒരു പ്രശ്നമായിട്ട് വരും. അപ്പോൾ അമ്മമാർ വേണം ഈ ചെല്ലുമ്പോൾ തന്നെ അതിനകത്ത് അവരുടെ ഒരു കാര്യങ്ങളിലും ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ട് നിൽക്കണം. മകളാണെന്ന് കരുതി എല്ലാം അങ്ങോട്ട് കയറി ഇടപെടരുത്. എൻ്റെ മോളെ ഇങ്ങനെ നീ ട്രീറ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല, ഇങ്ങനെ ഒന്നും ഒരിക്കലും ഒരു മരുമകനോട് പറയാൻ പാടില്ല. അപ്പോൾ എസ്പെഷ്യലി അവിടെ ചെന്ന് നിൽക്കുമ്പോൾ, അവരുടെ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒട്ടും പറയാൻ പാടില്ല. അല്ല, ഇവിടെ ആണെങ്കിലും വിസിറ്റ് ചെയ്യണവരുടെ അടുത്താണെങ്കിലും പറയരുത്. അത് എന്താണെന്ന് അറിയോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിയിലെ അവർ എത്ര പ്രായമുള്ള അമ്മായിയമ്മയാണെങ്കിലും മരുമകൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും, അല്ലെങ്കിൽ മരുമകൻ്റെ മുമ്പിൽ ഇരിക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ട് അവർക്ക്. അവരത് അപ്പം ഞാൻ ചോദിച്ചു, ഒരു ആൻറ്റി ഉണ്ടല്ലോ എൻ്റെ ഫ്രണ്ട്, അപ്പോൾ ആൻറ്റി അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അതാ ആചാരമ്മ, നമ്മൾ അന്തമാതിരി അവർക്ക് മര്യാദ കൊടുക്കണം, നമ്മൾ വീട്ടിൽ വന്ന ഗസ്റ്റ് ഇതാ അവരെന്ന് പറയും ആൻറ്റി പറയും കേട്ടോ. ഇത് ഞാൻ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത്, ഞാൻ എല്ലാം പറയുന്ന ആളല്ലേ. ഈ ഒരു എപ്പിസോഡ് പെൺകുട്ടികളുടെ അമ്മമാർ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം കേട്ടോ. അതുപോലെ പെൺകുട്ടികൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും പറയുന്നു. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ബയോളജിക്കൽ ഇഫക്റ്റ് കാരണമാണ് ഇതെല്ലാം ജീവിതത്തിലേക്ക് വരുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാം, നമുക്കറിയാം, ശരിയാണ്, പെൺകുട്ടികളുടെ അമ്മമാർക്ക് കുഞ്ഞുങ്ങളോട് കുറച്ച് താല്പര്യം കൂടും. ഇത് തന്നെ നമ്മൾ കുറച്ച് വിട്ട് നിന്നൊന്ന് നോക്കൂ. വിട്ട് നിന്ന് നമ്മളൊരു ഈ നേരത്തെ ആ ആൻറ്റി പറഞ്ഞ പോലെ ഒരു ഇത്തിരി ബഹുമാനം. ഞാനെന്തിനാണ് എൻ്റെ മരുമോനെ ബഹുമാനിക്കേണ്ടത്? ഷടാ, നോ, നമ്മൾ ബഹുമാനിക്കണം എന്ന് തന്നെയാണ്. അതേപോലെ തന്നെയാണ് കേട്ടോ ആ പെൺകുട്ടിയുടെ അടുത്തും ഞാൻ പറയാറുണ്ട്. പെൺകുട്ടികളെയും, അതായത് മരുമക്കളെയും അമ്മായിയമ്മമാർ ഗസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണം. അവർക്ക് ഒരു ചെറിയ സ്പേസ് അംഗീകരിച്ച് കൊടുക്കുകയും വേണമെന്ന് ഞാൻ പറയാറില്ലേ. അപ്പോൾ ഈ പറയുന്നത് മുഴുവനും പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ചില ഇടങ്ങളിൽ ഇത് സംഭവിക്കുന്നത് കൊണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന് ചേച്ചി ആള് കൊള്ളാലോ, പെൺകുട്ടികളെ എങ്ങനെയാണോ പറയേണ്ടതെന്ന് ചോദിച്ചാൽ എല്ലാം നമ്മൾ പറയണ്ടേ. നമ്മളൊരു സോഷ്യൽ ഒബ്സർവിങ് ആയിട്ടുള്ള തിങ്കാണ് ഞാൻ ചെയ്യുന്നത് അല്ലേ. മൈ പേജ് ഓർ മൈ ചാനൽ ഈസ് ഫോർ ദാറ്റ്. ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒബ്സർവറാണ് ഞാൻ. സോഷ്യൽ ഒബ്സർവൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ കാണുന്നത് പറയണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ കണ്ട് മൊത്തം കാടടിച്ച് വെടിവെക്കാൻ പാടില്ലല്ലോ. കാരണം ഇവിടെ പെൺകുട്ടികളുടെ ചില എന്താ പറയുക ചാബല്യങ്ങൾ കൊണ്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അത് സത്യമല്ലേ, നമ്മളെല്ലാം അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം എന്താണ് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്ത് വെക്കാൻ പാടില്ല. ഇവർ വരുമ്പോൾ ഇവർക്ക് കുറച്ച് മതി, എൻ്റെ പൈസ എടുത്ത് അതായത് പെൺകുട്ടി ജോലി ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ പൈസ എടുത്ത് ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല, അതൊന്നും പാടില്ല. ഈക്വലായിട്ട് പെരുമാറാൻ രണ്ടുപേരും ഒന്ന് പഠിച്ചു നോക്കിക്കേ. ഇത്തിരി സമയമെടുക്കും, എന്നാലും നമ്മൾ ഈക്വലായിട്ട് പെരുമാറുമ്പോൾ ഉണ്ടല്ലോ ആ വീട് ഭയങ്കര ഹാർമോണിയസ് ആയിട്ട് മാറും, ഭയങ്കര ഹാർമണി ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ എസ്പെഷ്യലി ഇപ്പം എൻ്റെ ഈ പ്രായമുള്ള ആൾ തന്നെയാണ് എൻ്റെ മകളെ വിവാഹം കഴിക്കുന്ന ആളുടെ അമ്മയെങ്കിൽ ഏകദേശം ഒരേ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണെങ്കിൽ, ഒരേ ബാക്ക്ഗ്രൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ സെലക്ട് ചെയ്ത് വരുമ്പോഴേ കുറച്ച് ഒരേ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ മിങ്കിളാവും. അതുകൊണ്ടാണ് ഇച്ചിരി വ്യത്യാസമുള്ള ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ചിലപ്പോൾ അതായത് അവർ കുറച്ച് ഹൈ ആണ്, നമ്മൾ ഇത്തിരി ലോ ആണെങ്കിൽ നമ്മൾ ഈ ഇച്ചിരി ലോ ആയിട്ട് നിൽക്കുന്നവർക്ക് ഒരു ഈഗോയൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ മകൾ നന്നായി ജീവിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമുള്ളവർ നമ്മുടെ ഈഗോ അങ്ങനെ ഒന്ന് പാസിഫൈ ചെയ്ത് നിർത്താൻ നമ്മൾ പഠിച്ചാൽ മതി. അതായത് ഒന്നിലും കടന്നു കയറാതിരിക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് എല്ലാം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഇതൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ. കുഞ്ഞുങ്ങൾ നന്നായി ജീവിച്ചാൽ മതി എന്ന് മാത്രം വിചാരിക്കണം. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത്, ലവ് മാരേജ് ആണെങ്കിൽ നമുക്ക് ചോയ്സ് ഇല്ല, അവർ കൊണ്ടുവന്നത് അക്സെപ്റ്റ് ചെയ്യണം.
നമ്മൾ അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് ചൂസ് ചെയ്യുമ്പോൾ വി നീഡ് ടു റിയലി തിങ്ക് വെദർ ദർ ഇസ് എ കമ്പാറ്റബിലിറ്റി ബിറ്റ്വീൻ പാരൻസ് ഓൾസോ. പാരൻസിനെ തമ്മിലല്ല നമ്മൾ കുടുംബക്കാർ തമ്മിലല്ല കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞാലൊന്നും രക്ഷയില്ല. നമ്മുടെ കേരളത്തിൽ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ കുടുംബക്കാർ തമ്മിലുള്ള ഒരു കമ്പാറ്റബിലിറ്റി അത്യാവശ്യം തന്നെയാണ്. അതൊരു നഗ്ന സത്യമാണ്. അല്ലാതെ ഈ ഫിനാൻഷ്യൽ ഡിസ്പാരിറ്റി ഉണ്ടെങ്കിൽ എല്ലാം പ്രോബ്ലമാണ്. അപ്പോൾ കുറച്ചെങ്കിലും ഒരു പാരിറ്റി ഉള്ളത്, കുറച്ചെങ്കിലും ഒരു ഏകദേശമൊക്കെ ഒക്കുന്ന രീതിയിലുള്ളവരെ തമ്മിൽ വിവാഹം കഴിപ്പിക്കുകയാണെങ്കിലുണ്ടല്ലോ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സും അലൈൻമെൻറ്റ്സും ആവശ്യം വരില്ല. അതുകൊണ്ടാണ് ഈ എന്താ പറയുക, നമ്മുടെ എല്ലായിടത്തും എടുത്താൽ ഒരു ഫോം എടുത്താൽ അതിനകത്ത് റിലീജിയൻ കാസ്റ്റ് എന്നല്ലേ വരണത് നമ്മുടെ രീതിയിൽ. അത് മാറാത്തിടത്തോളം കാലം നമുക്ക് അതിനകത്തൊക്കെ ഒരു അഡിയറൻസ് ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ഒരേ കമ്മ്യൂണിറ്റിയിൽ പെട്ടവരാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരേ റിലീജിയനിൽ പെട്ടവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആചാരങ്ങളുടെ പേരിലും അടിവെക്കാതിരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? പല ആചാരങ്ങൾ വഴി തന്നെയല്ലേ നമ്മളൊക്കെ വളർന്നു വന്നേക്കണേ, നമ്മളെ പഠിപ്പിച്ച് വിട്ടിരിക്കുന്നതും അതൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് അഡാപ്റ്റ് ചെയ്യാൻ എളുപ്പമുള്ളവരാണെങ്കിൽ ഓക്കെ, വെൽ ആൻഡ് ഗുഡ്, ഫൈൻ. ലവ് മാരേജ് ആകുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്, അത് കൊള്ളത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴും പേരിടൽ ചടങ്ങുകൾ, നൂല് ചടങ്ങ്, ഇതിനൊക്കെ ഓരോരോ തടസ്സങ്ങൾ വരുന്നത് കാണാം. അല്ലെങ്കിൽ ചിലർ കണ്ടിട്ടില്ലേ 2 താലിയിട്ടുകൊണ്ട് നടക്കുന്നത്, അതൊക്കെ ലവ് മാരേജിൽ ഇറ്റ് ഈസ് ബീൻ ഡൺ അല്ലേ. ഇപ്പം ക്രിസ്ത്യൻ ആൻഡ് ഹിന്ദുസ് കല്യാണം കഴിക്കുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല കേട്ടോ. ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. വെൻ യു ആർ ഗോയിങ് ടു ചൂസ്, എല്ലാവരും പിന്നെ എന്തുകൊണ്ടാണ് അവനവൻ്റെ മതത്തിൽപ്പെട്ടതും അവനവൻ്റെ കാസ്റ്റിൽപ്പെട്ടതും ഒക്കെ, കാസ്റ്റ് വരെയുണ്ട് ഇന്ത്യയിൽ. അതാണ് ചിലർക്കൊന്നും അറിയാൻ പോലും പാടില്ല ഇത് ഏതാണ് ഈ കാസ്റ്റ് എന്നൊക്കെ. എൻ്റെ കസിൻസൊക്കെ ഉണ്ട്, അവർ ചോദിക്കുമായിരുന്നു ഇത് എന്താണിത്, നമുക്കറിയില്ലല്ലോ എന്ന്. ദേ ജസ്റ്റ് നോ ദാറ്റ് ദേ ആർ ഹിന്ദുസ്, അത്രയേ ഉള്ളൂ. അത്രയും മനസ്സിലാക്കിയാലും മതി. കൂടുതലൊന്നും മനസ്സിലാക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ദീസ് ആർ ഓൾ സിസ്റ്റംസ് വിച്ച് ഈസ് ബീൻ എച്ച്ഡ് സംവെയർ ഇൻ അവർ സൊസൈറ്റി അല്ലേ. നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുകയാണത്. അത് മാറ്റാനായിട്ട് നമ്മൾ ഒരാളോ രണ്ടാളോ വിചാരിച്ച കാര്യമില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് അന്യോന്യം പരസ്പരം ബഹുമാനം കൊടുത്ത് 2 കുടുംബങ്ങൾക്കും റിക്വയർഡ് ബഹുമാനം കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ. പിന്നെ പെൺകുട്ടികളെ പ്രസവിക്കുമ്പോൾ കൂടുതൽ പ്രസവവേദന ഉണ്ടോ? ഇല്ലല്ലോ. ആൺകുട്ടികളെ പ്രസവിക്കുമ്പോൾ ഉണ്ടോ കൂടുതൽ? അതുമില്ല. രണ്ടിനും ഏകദേശം സമ അനുഭവമാണ് അല്ലേ പ്രസവിച്ച് കയ്യിലേക്ക് വരുമ്പോൾ. പിന്നെ എന്തിനാണ് ഒരു കൂട്ടർക്ക് മാത്രം ഒരു പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ് സൊസൈറ്റിയിലെ ചോദ്യം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇപ്പോൾ ഒരു കല്യാണ ചടങ്ങുകൾ നടക്കുമ്പോൾ പല കമ്മ്യൂണിറ്റിയിലും പെൺകുട്ടികളുടെ വീട്ടിലാണ് കൂടുതൽ ചെലവ് വെക്കുന്നത്. ഇതൊന്നും ഇല്ലാതെ 2 പേരും സമാസമം ഇരുന്ന്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, രവി എന്ന് പറയുന്ന എൻ്റെ ഒരു സീനിയർ ലോയർ, അദ്ദേഹം ഞാൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സീനിയർ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളിയുടെ മകൻ്റെ വിവാഹത്തിന് ഒരു പഞ്ചാബി പെൺകുട്ടീനെയാണ് കല്യാണം കഴിച്ചത്. പുള്ളിക്കാരൻ കന്നഡികയാണ്, തെലുഗു ആണ് അവർ. പക്ഷേ ദേ വർ ലിവിങ് ഇൻ ചെന്നൈ. അപ്പോൾ അവർ 2 പേരും കൂടെ, 2 അച്ഛനും അമ്മമാർ, ആ പെൺകുട്ടിയുടെ അച്ഛൻ ഡോക്ടറാണ്, കല്യാണം കഴിച്ചിരിക്കുന്നത് മലയാളീനെയാണ്. സോ അവർ ഇരുന്ന് സംസാരിച്ച് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് എങ്ങനെയായിരിക്കണം ചടങ്ങുകൾ, എന്തായിരിക്കണം ചിലവുകൾ. ഈ പയ്യൻ്റെ അച്ഛനില്ലേ, അതായത് എൻ്റെ സീനിയർ, അദ്ദേഹം പറഞ്ഞു ഞാനും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാവരെയും എല്ലാ ചടങ്ങുകൾക്കും ഈക്വലായിട്ട് 2 ഭാഗത്തുനിന്നും വിളിക്കാം എന്ന് പറഞ്ഞിട്ട്, എന്ത് നല്ലതായിരുന്നു. ഞാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ 2 ചടങ്ങിന് പോയിട്ടുണ്ടായി. സോ ECR എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് കോസ്റ്റ് റോഡ് എന്ന് പറഞ്ഞത് എല്ലാവർക്കും അറിയാം. അവിടെ ഭയങ്കര ഫേമസ് റോഡാണ് അത് കേട്ടോ. ചെന്നൈയിൽ അറിയായിരിക്കും, ചെന്നൈ താമസിക്കുന്നവർക്ക് കേൾക്കുമ്പോൾ അറിയാം. അപ്പോൾ അവിടെ ഒരു റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. പഞ്ചാബി സ്റ്റൈലിലും ഉണ്ടായിരുന്നു, ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് അച്ഛന്മാർക്ക് ദേ വെർ വെൽത്തി ആൻഡ് ദേ കുഡ് പൂൾ ഇൻ ആൻഡ് ദേ ഓൾസോ 2 പേരും അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു ആ കല്യാണ ഫങ്ഷൻസിന്. അതിന് വേണ്ടിയിട്ടെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ പേരൻസ് ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക. പിന്നെ കുറേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിലൊന്നും. അതൊക്കെ തീരുമാനിക്കാം, ഈച്ച് പേഴ്സ് അനുസരിച്ച് തീരുമാനിക്കാം. എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാനിതിൽ പറയുന്നത് കേട്ടോ. നിങ്ങൾക്കും തോന്നുന്നില്ലേ നമ്മൾ ചടങ്ങുകളൊക്കെ വളരെ ലളിതമാക്കുകയാണെങ്കിൽ ഒരു വിധത്തിലുള്ള ഒരു എന്താ പറയുക മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ ഈ നല്ല
കലകളുണ്ട് നമുക്ക് അല്ലേ, സുകുമാര കലകൾ, നല്ല എന്താ പറയുക, മോഹിനിയാട്ടം അതും ഇതൊക്കെ. അതൊക്കെ അങ്ങനെ ഡാൻസ് ചെയ്തിട്ട് ആ മോഹിനിയാട്ടം പഠിച്ച കുട്ടിയാണ് ഈ മോഹിനിയാട്ടമൊക്കെ ഡാൻസ് ചെയ്തിട്ടൊക്കെയാണ് നവോഢയായിട്ട് വരുന്നത് അല്ലേ. നവോഢ നല്ല നല്ല ഒരു പേരല്ലേ വധുവിന്. ഞാനത് എന്ന് വായിച്ച് മനസ്സിലാക്കിയതാണെന്നറിയാമോ? നിങ്ങൾ പൂർണിമ ജയറാമിനെ അറിയില്ലേ? ആരൊക്കെയോ എന്നെ ഇവിടെ ഇതിനകത്ത് പറയും, ചേച്ചി പൂർണിമ ജയറാമിൻ്റെ പോലെ ഉണ്ടല്ലോ. ഉണ്ടോ? ആർക്കറിയാം. ശരി, പൂർണിമ ജയറാമിൻ്റെ വിവാഹത്തിന് ഭാഗ്യരാജനെ കല്യാണം കഴിച്ചപ്പോൾ ആ നാനയിൽ അതിൻ്റെ താഴെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായി നവോഢ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനത് ഇതെന്താണ് ഈ നവോഢ, വധു എന്നായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് ഞാൻ ഭാഷാഭൂഷണി എടുത്ത് നോക്കിയത് ഇന്നും ഓർമ്മയുണ്ട് എനിക്ക്. അപ്പോൾ അതിവിടെ പ്രയോഗിച്ചു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ആ ഒരു ഇമേജ് എന്നിൽ വന്നിരിക്കുന്നതെന്ന് നോക്കൂ, ആ ഒരു വേർഡുമായിട്ട്. ഓക്കെ, ഇത്രയും പറഞ്ഞു. അപ്പോൾ കല്യാണം, വിവാഹം, ഈ സങ്കല്പം എല്ലാം ഉണ്ടല്ലോ, എല്ലാവർക്കും വളരെ വളരെ എന്താ പറയുക, പേഴ്സണലായിട്ടുള്ള സങ്കല്പങ്ങളായിരിക്കും അല്ലേ. ഈച്ച് പേഴ്സൺ വിൽ ഹാവ്. സോ പേഴ്സൻ്റെ കനം അനുസരിച്ച് ചെയ്തോളൂ. പക്ഷേ ഇൻ്റർഫിയറൻസസ് കുറച്ചാൽ നമ്മുടെ മക്കൾ തന്നെ നല്ല സന്തോഷമായിട്ട് ജീവിക്കും. ഓക്കെ, ശരി, കാണാം, ബൈ.